നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.26% പോളിംഗ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ നഗരസഭയിലാണ് ഏറ്റവും അധികം പോളിംഗ് ഉള്ളത്. അമൽ തേരംപറമ്പിൽ ഒടുവിലത്തെ കണക്കുകളുമായി ചേരുകയാണ്. അമൽ, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യമോ മട്ടോ ഒന്നുമില്ലാതെ ഭേദപ്പെട്ട മെച്ചപ്പെട്ട പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 70% പിന്നിട്ടു, 73%-ത്തിലധികം എത്തുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തെ 2021 തെരഞ്ഞെടുപ്പിന് ഏകദേശം അടുത്തേക്ക് വരികയാണ്. ഇത് അവസാനത്തെ കണക്ക് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. പഞ്ചായത്ത് തിരിച്ചും നഗരസഭ തിരിച്ചുമുള്ള നിലമ്പൂരിൽ നഗരസഭയിലും രേഖപ്പെടുത്തിയ കണക്ക് എപ്രകാരമാണ് അമൽ? പ്രജീഷെ, 2021 നിയമസഭ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് 2 തെരഞ്ഞെടുപ്പുകൾ കൂടി ഇവിടെ നടന്നു. ആ 2 തെരഞ്ഞെടുപ്പിലും അന്ന് രേഖപ്പെടുത്തിയ ആ ശതമാനക്കണക്കിന് ഒരുപാട് താഴെയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് പോലും 71% പോളിംഗ്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആ പോളിംഗ് ശതമാനം 10% കുത്തനെ ഇടിഞ്ഞു. പ്രിയങ്കയുടെ ലീഡൊക്കെ ഒരുപാട് വർദ്ധിച്ചു. പക്ഷേ അന്നത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 61% താഴ്ന്നിരുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും പോളിംഗ് കുറയുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷേ നിലമ്പൂരിൽ കനത്ത മഴയെയും വകവയ്ക്കാതെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 73% പോളിംഗ് ശതമാനം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. ഒടുവിലത്തെ കണക്ക് ഇനിയും വന്നിട്ടില്ല, ഇനിയും കണക്ക് വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ 74 അടുത്തേക്ക് പോളിംഗ് ശതമാനം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ വെറും 9 മാസക്കാലത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കാൻ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് കണ്ടുപോകാമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയത്തും തണുക്കാത്ത ആവേശം മുന്നണികളുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു, പ്രചരണങ്ങളിലുണ്ടായിരുന്നു, കൊട്ടിക്കലാശത്തിലുണ്ടായിരുന്നു. ആ ആവേശം പോളിംഗ് ബൂത്തിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരമേഖലയിൽ കൃത്യമായി തന്നെയുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള കുറവും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടില്ല. ഗ്രാമമേഖലയിലേക്ക് പോവുകയാണെങ്കിൽ, മലയോര മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അതിശക്തമായ മഴയായിരുന്നു. പോത്തുകൽ, വഴിക്കട അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഷിനോജ് നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷിനോജ് ആ വഴിക്കട അടക്കമുള്ള മേഖലയിലേക്ക് പോയ ഒരാളാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ മലയോര മേഖലയിലൊക്കെ ശക്തമായ പോളിംഗ് ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഈ പോളിംഗ് ഇങ്ങനെ വരാൻ കാരണം? പ്രത്യേകിച്ച് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴ സമയത്ത് തന്നെ പരമാവധി ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഈ വഴിക്കടവ്, പോത്തുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ പല ബൂത്തുകളും കാലിയായിരുന്നു. അതിനൊപ്പം തന്നെ ഏറ്റെടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ നിർണായകമായ മികച്ച രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ പുതുപ്പള്ളിയിൽ 59 ബൂത്തുകൾ കൂടി 59 ഓക്സിലറി ബൂത്തുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പുതുപ്പള്ളിയിൽ നമ്മൾ ചേലക്കരയിലൊക്കെ കണ്ടത് വൈകിട്ട് ഒരു 4 മണി സമയത്ത് തന്നെ വലിയ ക്യൂ നമുക്ക് പല ബൂത്തുകളും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച ഇന്ന് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞില്ല. അതിലേറ്റവും നിർണായകമായത് ഈ 59 ഓക്സിലറി ബൂത്തുകളായിരുന്നു. 1000-ന് മുകളിൽ ഉള്ള വോട്ടർമാരുള്ള എല്ലാ ബൂത്തുകളിലും ഒരു ബൂത്ത് കൂടെ അനുവദിച്ച് അങ്ങനെ ഓക്സിലറി ബൂത്തുകൾ നടപ്പിലാക്കി. അങ്ങനെ വലിയ രീതിയിലുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാലും നിലവിലെ അവസാനത്തെ കണക്കനുസരിച്ച് 73.25% തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതായത് ആകെ 2,32,000 വോട്ടർമാരുള്ളത്. ഈ നിലവിലെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 1,70,000 വോട്ടർമാർ പോളിംഗ് നടത്തി എന്നതാണ് നിലവിലെ കണക്ക്. അതിനൊപ്പം തന്നെ ഇത് അന്തിമമായ കണക്കല്ല, അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും. ഒപ്പം പ്രായമായ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയ കണക്ക് അത് ഒരു 0.5% ആളുകളുണ്ട്. അതായത് ഒരു 1,254 പേരാണ് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയത്. ആ കണക്ക് കൂടി കൂട്ടുമ്പോൾ, അവസാനത്തെ കണക്ക് കൂടി കൂട്ടുമ്പോൾ ഒരു 1,72,000 73,000 കണക്കിലേക്ക് ആകെ പോൾ ചെയ്ത ആളുകളുടെ എണ്ണം എത്തും. ആ ഒരു ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ബാക്കി 1,75 2020 ആകെ പോൾ ചെയ്തു. ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കിയത്. അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിൽ വളരെ മെച്ചപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്.